പക്ഷേ ഈ സംഘടന, ഈ സംവിധാനം, അതിനോട് നമുക്ക് പൂർണ്ണമായും വിയോജിപ്പാണ്. AMMA എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒരു പ്രതിനിധിയോട് നമുക്കൊരു ദിവസം ഇൻ്റർവ്യൂവിൽ AMMA എന്ന് ചോദിച്ചു, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ആ കുട്ടി അന്ന് തീരെ ചെറുതായിരിക്കണം ഞാൻ വിചാരിക്കുന്നു, ഈ സംഭവം, നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അമ്മയുടെ ഒരു മകൾ അനുഭവിച്ച കാര്യം അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അവർ അന്ന് അത് പറയില്ലായിരുന്നു. അപ്പോൾ ഇതായത് ഈ പുരുഷ കേന്ദ്രീകൃതമാണ് പൂർണ്ണമായും. അവരുടെ ടൂളായി പ്രവർത്തിക്കാൻ കുറേ പേരുണ്ട്. എന്നിട്ട് അവർ പറയും ഞങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യമാണ് പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം കുഴപ്പത്തിലാകുമെന്ന് പറയും. ഇതിങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പാരറ്റിംഗ് ആണ്. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആര് വന്നാലും അവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടാകാൻ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനെ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പാവപ്പെട്ട കുറേ പഴയ താരങ്ങൾ, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു, അവരുടെ ചികിത്സയ്ക്ക് പണം കൊടുക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഈ പറഞ്ഞ ആർക്കെങ്കിലും വയ്യ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കൊടുക്കുമായിരുന്നു അത്രേ. ഇപ്പോൾ 8 ലക്ഷത്തോളം ഈ സംഘടനയ്ക്കകത്ത് 8 കോടിയോളം രൂപയുണ്ട്. പക്ഷേ ഭയങ്കര ധൂർത്താണ് എന്നും ഈ പറയുന്ന പരാതിയുള്ളവർ പറയുന്നു. ഇതൊന്നും നമുക്കറിയില്ല, ഇതിനൊന്നും ഓഡിറ്റിംഗ് നടത്തുന്നില്ല, ഇതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ള സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ വരുന്ന ശബ്ദമാണ്. നമുക്കെന്തായാലും ഇതിൽ ഈ സമയത്ത് ഞാൻ എന്തായാലും ശ്വേതയുടെയും കൂടെയും കുക്കുവിൻ്റെയും കൂടെയാണ്. കാരണം അവരവിടെ മത്സരിക്കാൻ നിൽക്കുന്നു, അവർ വിപ്ലവം ഉണ്ടാക്കുമെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ അവർ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ആ സ്ത്രീകളെ അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നടക്കുന്ന കുതന്ത്രമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. Meet the editors.